സ്കൂളാണ്. പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ്. സുഹൃത്തുക്കളെ, ഇത് സെന്റ് റീറ്റാസ് സ്കൂളിന് മുമ്പിലാണ് സംസാരിക്കണം. ഇവിടെ ഇദ്ദേഹമാണ് PTA പ്രസിഡന്റ് ജോഷി. ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയമാണ് സംസാരിക്കണം. അനസേ ഇങ്ങനെ അല്ല, വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ. അയാൾക്ക് മാത്രമല്ലല്ലോ വീഡിയോ എടുക്കാൻ അനുവാദം. ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ്. പേര് അനസ് എന്നാണ്. എന്താണ് അനസ് വിഷയം? എന്താണ് ഉണ്ടായത്? എന്താ സംസാരിക്കും? ആ കൊച്ചിനെ വിളിക്ക്. അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ചേച്ചി സംസാരിക്കും. ഇനി ചേച്ചി സംസാരിക്കും. ചേച്ചി ആരാണ്? ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട, ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വീഡിയോ പിടിക്കുന്നുണ്ട്. ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഈ ഷോൾ ഇടാൻ, അതായത് ഈ തലയിൽ ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണല്ലോ. എന്താണ് അവര് പറയുന്ന റീസൺ? ഞാനൊന്ന് ഒരു മിനിറ്റ്. അല്ല, കുഴപ്പമില്ല. നമ്മള് സംസാരിച്ചു. ഒരു മിനിറ്റ്. അല്ല, മോള് പറ. ഷോളിടാൻ സമ്മതിക്കില്ല. പിന്നെ എന്നെ കൊറേ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ആവശ്യം? ഞാൻ അഹങ്കാരിയാണ്. ഏത് മാഡമാണ് അത് പറഞ്ഞു? ജൂലി മിസ്. ജൂലി എന്ന് പറഞ്ഞ മിസ്സാണ് ഇത് പറഞ്ഞത്. ഈ ജൂലി മിസ് എന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തിലുണ്ടോ? മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ? ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. അതില് ഈ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളാണ് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഇവിടുന്ന് എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഒരു ഷോളിട്ട് വന്നപ്പോ അത് പറ്റില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫൊന്നും സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല. അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങള് വീട്ടിലെ എല്ലാ 5 മക്കളും ഭാര്യ അടക്കം സുഖമില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ്. അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാണ്ട് കിടപ്പതിന് ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത്. ഈ 4 മാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത്. അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോ ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത്. ഇവര് നിർബന്ധപൂർവ്വം ഊരി വെപ്പിക്കലാണ് ഇവരെ പതിവ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു. തലയിൽ കുരിശു വരപ്പിച്ചിട്ട് ആ കുട്ടീനെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നെ തല്ലി പുറത്താക്കുകയും അതിനെതിരെ കേസ് പോവുകയും പത്രവാർത്തയും TV ചാനൽ വരെ അന്ന് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പൊ ഞാൻ മിനിനാന്ന് വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ TC മേടിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ട് ആ പേപ്പറോട് ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല. ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം. ഞാനിപ്പോ നിയമപരമായിട്ട് എന്താണ് മോൻ ഇവിടെ പഠിക്കണേ? എന്താണ് നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞ് കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. അതുകൂടാണ്ട് പിന്നെ നിങ്ങളുടെ TC ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോളാനാ പറഞ്ഞത്. അതിന്റെ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ പിന്നെ PTA പ്രസിഡന്റ് എന്താ പറയുക? PTA പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളിന്റെ നിയമം ഇതാണ് പറഞ്ഞേക്കണത്. അതിൽ ഷോൾ ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. അതുകൂടാണ്ട് ഇവിടെ സാറെന്ന് പറഞ്ഞൊരു വ്യക്തി ID ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ട് എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത്, മാഡം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക്. TC മറ്റേ വകുപ്പില്ലേ, മറ്റേ വർഷമല്ലേ, ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത്, സെക്കൻഡ് വകുപ്പിൽ എഴുതി കൊടുക്കും. ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ? ശരി. ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുകയും പിന്നെ അവിടെ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് തലയിൽ മഫ്ത ധരിക്കാൻ അനുമതി ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്തരം വിവാദങ്ങളും കേസുകളുമൊക്കെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്.
ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായൊരു സംഭവമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന സ്കൂൾ ഏതാണെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി തവണ വിവിധ സ്കൂളുകളിലായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുസ്ലിം രക്ഷിതാക്കളോടും മുസ്ലിം വിദ്യാർത്ഥിനികളോടും ഉത്ബോധിപ്പിക്കാനുണ്ട്. അതായത് സ്കൂളുകളിൽ എന്ന് മാത്രമല്ല കോളേജുകളിലും മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് തലയിൽ മഫ്ത അല്ലെങ്കിൽ മറ്റ് ശിരോവസ്ത്രങ്ങൾ ധരിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെടുക എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ളതല്ല. കേരളത്തിൻ്റെ വെളിയിൽ 90% സ്കൂളുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് വിദ്യാർത്ഥിനി മഫ്ത ധരിച്ച് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും സ്കൂളിൻ്റെ കവാടത്തിൽ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയാൽ മഫ്ത ഊരി വെച്ച് ബാഗിൽ വെക്കണം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയൊക്കെ സർക്കാർ സ്കൂളുകളിൽ പോലും ഒരിക്കലും തന്നെ മഫ്ത ധരിക്കാനുള്ള അനുമതിയില്ല. അങ്ങനെ മഫ്ത ധരിച്ചേ സ്കൂളിൽ പോകാവൂ എന്നുള്ള നിർബന്ധമുള്ള വിദ്യാർത്ഥിനികൾ മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ അത് വിരളമാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യമുണ്ട്. മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ കീഴിൽ തന്നെ യഥേഷ്ടം സ്കൂളുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾക്ക് ഇടവെക്കാതെ മുസ്ലിം വിദ്യാർത്ഥിനികളെ മുസ്ലിം രക്ഷിതാക്കൾ ഒന്നുകിൽ സർക്കാർ സ്കൂളുകളിൽ തന്നെ ചേർക്കുക, അതായത് ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെ ചേർക്കുക. കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാവാറില്ല, ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. ഇനി അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപക്ഷെ കേരളത്തിലും മുസ്ലിങ്ങളുടെ സ്കൂളുകളെക്കാൾ കൂടുതൽ വളരെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളുടെ സ്കൂളുകളാണ് ഉള്ളത്. എങ്കിലും മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടുവോളം സ്കൂളുകൾ കേരളത്തിൽ എല്ലാ മേഖലയിലുമുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ പോരാ എങ്കിൽ ഒന്നുകൂടി മികച്ച നിലവാരമുള്ള സ്കൂളുകൾ വേണമെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന സെൽഫ് ഫൈനാൻസിങ് അൺഎയ്ഡഡ് സ്കൂളുകൾ യഥേഷ്ടമുണ്ട്. അത്തരം സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ക്രിസ്ത്യാനികളുടെയോ മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ട് അവിടെ അധ്യാപികമാരാവുന്ന കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അനുമതി വേണമെന്ന് ശാഠ്യം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ യഥേഷ്ടം എയ്ഡഡ് സ്കൂളുകളും മുസ്ലിങ്ങൾക്ക് എല്ലാ ജില്ലകളിലുമുണ്ട്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികളെ ഒന്നുകിൽ കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് അയക്കുക. അതല്ല എങ്കിൽ മുസ്ലിങ്ങളുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുക. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് ഉന്നത നിലവാരമുള്ള സ്കൂളിലേക്ക് കുട്ടികളെ അയക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന സെൽഫ് ഫൈനാൻസിങ്ങും അതായത് എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അയക്കാവുന്നതാണ്. ഈ അച്ചായന്മാരുടെ സ്കൂളുകളിലേക്ക് തന്നെ കുട്ടികളെ അയക്കുകയും എന്നിട്ട് അവിടെ വെച്ച് കുട്ടികളുടെ തലയിൽ കുരിശ് വരയ്ക്കുന്നുണ്ട്, തലയിൽ ശിരോവസ്ത്രം ധരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ വിവാദമുണ്ടാക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അനുബന്ധമായി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ആവശ്യത്തിലധികം ഇസ്ലാമിക മതപഠനശാലകളുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം ദീനീ പഠനശാലകളല്ല നമുക്ക് ആവശ്യം. കൂടുതൽ സെൽഫ് ഫൈനാൻസിങ് സ്കൂളുകൾ, അതുപോലെ കോളേജുകൾ, ബിടെക് കോഴ്സ് ലഭിക്കുന്ന അൺഎയ്ഡഡ് കോളേജുകൾ, BSc, BCom, BBA പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന സാധാരണ കോളേജുകൾ, കൂടുതൽ ലോ കോളേജുകൾ, മെഡിക്കൽ കോളേജ് എന്നിവയൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അഭാവം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം മിക്ക മുസ്ലിം പെൺകുട്ടികളും BSc നഴ്സിംഗിന് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും അച്ചായന്മാരുടെ കോളേജുകളിൽ പ്രവേശനം നേടണം. കാരണം മുസ്ലിങ്ങൾക്ക് അത് വളരെ വിരളമാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തക്ക് പോലും രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന് പോലും ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല. MBBS പഠിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
എന്നാൽ ക്രിസ്ത്യൻ സഭകളുടെ കീഴിൽ യഥേഷ്ടം മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസപരമായി സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. മുസ്ലിങ്ങളോ മുസ്ലിം സംഘടനകളോ ഒന്നും തന്നെ എക്കാലവും ഈ അച്ചായന്മാരുടെ അടിമകളാകാനുള്ളതല്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പക്വതയും സാഹചര്യവും ധീരതയും ഒക്കെ മുസ്ലിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്.